morning students, I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Last നമ്മൾ പഠിച്ച സെഷൻസ് എന്ന് പറയുന്നത് സബ്ഗ്രാഫ്, ട്രീ, സ്പാനിങ് ട്രീ എന്നിവയായിരുന്നു. ഈ മൂന്ന് സെഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു തിയറമാണ് ഈ സെക്ഷനിൽ ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. സോ വി ക്യാൻ ഗോ ത്രൂ ദ തിയറം. സോ നമ്മുടെ തിയറം ഇതാണ്. തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. കൂടാതെ ഞാൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ തന്നിട്ടുള്ളൊരു തിയറമാണ്. അപ്പം ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ ഓൾമോസ്റ്റ് എല്ലാ ഇയേഴ്സിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ലെങ്തി ആണ്, പക്ഷെ പഠിക്കാനായിട്ട് എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. സോ നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാവ് n-1 എഡ്ജസ്. ഒരു n വെർട്ടിസസ് ഉള്ള, n എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ഒരു നാച്ചുറൽ നമ്പർ ആണ്, 1, 2, 3 എക്സെട്ര, എത്ര വെർട്ടിസസ് വേണമെങ്കിലും വരാം. അപ്പോൾ n വെർട്ടിസസ് ഉള്ള ഒരു ട്രീയെ സംബന്ധിച്ച്, ഗ്രാഫ് അല്ല, ഒരു ട്രീയെ സംബന്ധിച്ച് അതിലുള്ള എഡ്ജസ് എത്രയായിരിക്കും? എപ്പോഴും n-1 ആയിരിക്കും, ഒന്ന് കുറവായിരിക്കും. അതായത് n വെർട്ടിസസ് ഉള്ള ഒരു ട്രീയെ സംബന്ധിച്ച് ആ ട്രീയിൽ എത്ര എഡ്ജസിനകത്ത് പാടുള്ള ഒരു ട്രീ ആണെങ്കിൽ, തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു ട്രീ ആണ്, n വെർട്ടിസസ് ഉള്ള ട്രീ ആണെങ്കിൽ ആ ട്രീക്ക് എത്ര എഡ്ജസേ ഉണ്ടാകത്തുള്ളൂ? n-1 എഡ്ജസേ ഉണ്ടാകത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ പ്രൂഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പ്രൂഫ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ബൈ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ മിക്ക പ്രൂഫ്സ് നമ്മൾ എങ്ങനെ തന്നെ ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൂഫ് നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സോ ഈ പ്രിൻസിപ്പിളിനെ സംബന്ധിച്ച് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാൻ പറ്റും. The first one is n is equal to 1, 2, 3 എന്നിവയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. കെയ്ക്ക് അസ്യൂം ചെയ്യുന്നു, k+1 പ്രൂവ് ചെയ്യുന്നു. അതായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, PMIയുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു മെത്തേഡും കൂടെ എന്തിനുണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് ഒരു രീതിയിലും കൂടെ നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാം? PMI ഉപയോഗിച്ച് തിയറം പ്രൂവ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ n is equal to 1, 2, 3 എന്നിവയ്ക്ക് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. For the condition, assume that the condition is true for all natural numbers less than n. അവിടെ എങ്ങനെയായിരുന്നു? for all, assume for k എന്നായിരുന്നു. k നമ്മൾ നേരത്തെ പഠിച്ച PMIക്കകത്ത് assume for k എന്നായിരുന്നു. then k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലെസ് ദാൻ n-ന് ട്രൂ ആണെന്ന്, ലെസ് ദാൻ n വരെയുള്ള 1, 2, 3ക്ക് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ലെസ് ദാൻ n-ന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, n-ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാം, ഈ തിയറം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ തിയറത്തിനകത്ത് n-ന്റെ വാല്യൂസ് 1, 2, 3 എന്നിവ കൊടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അസ്യൂം ചെയ്യുന്നത് എങ്ങനെ? അസ്യൂം ദാറ്റ് ദി തിയറം സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ n. n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടെങ്കിൽ ആ നാച്ചുറൽ നമ്പർ ചെറുതായിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെ വാല്യൂസിനും എന്ത് ട്രൂ ആണെന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് അഥവാ ഈ തിയറം ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഫോർ ദ നാച്ചുറൽ നമ്പർ n എന്ന് പറയുന്ന നമ്പറിന്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മൾ ആ ടൈപ്പുള്ള ഒരു PMI ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ പ്രൂഫ്, ലെറ്റ് T be a tree with n vertices. ഇത് നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്? എ ട്രീ വിത്ത് n വെർട്ടിസസ് ഉള്ള ട്രീ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് എത്ര എഡ്ജസേ കാണത്തുള്ളൂ? n-1 എഡ്ജസേ കാണത്തുള്ളൂ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് നമ്മൾ എടുക്കുന്ന ട്രീക്കകത്ത് എത്ര വെർട്ടിസസ് ഉണ്ടാവണം? n നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ടാവണം. സോ അതുകൊണ്ടാണ് T എന്ന് പറയുന്നത് ഞാനൊരു ട്രീ എടുത്തു, അതിന് എത്ര വെർട്ടിസസ് ഉണ്ട്? n വെർട്ടിസസ് ഉണ്ടെന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഫോർ n is equal to 1, n 1 ആകുമ്പോൾ, n 1 ആവുന്ന ഒരു ട്രീയെ ഞാൻ നേരത്തെ വരച്ച് കാണിച്ചിരുന്നു. അതായത് നമ്പർ ഓഫ് വെർട്ടിസസ് 1, v1. ഇതെന്താണ്? ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു ട്രീ ആണ്. ഇതിനകത്ത് എഡ്ജസിന്റെ എണ്ണം എത്രയാണ്? 0. ദാറ്റ് ഈസ് n-1 അല്ലെ? 0 എന്ന് പറയുന്നത് 0 is equal to 1-1 which is equal to n-1. that is n1 ആവുന്ന കേസിൽ നമുക്ക് പറയാം ഈ ഗ്രാഫ്, ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു ട്രീ ആണ്. ഹെൻസ് ദിസ് ഗ്രാഫ് ഹാസ് എന്താണ്? എത്ര വെർട്ടിസസ് ആണുള്ളത്? എത്ര എഡ്ജസ് ആണുള്ളത്? n-1. that is 0 എഡ്ജസ് ആണുള്ളത്. therefore the result is true for n is equal to 1. that is നമുക്ക് സ്റ്റേറ്റ്മെന്റ് കോൺസെപ്റ്റ് ഇതാണ്. എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതാം? for n is equal to 1
number of edges of t is equal to 0, which is equal to n minus 1. ആ ട്രീ എന്ന് പറയുന്ന ടി എന്ന് പറയുന്ന ട്രീയെ സംബന്ധിച്ച് n 1 ആകുമ്പോഴത്തെ എഡ്ജസിന്റെ എണ്ണം എത്രയാണ്? 0 ആണ്. ദാറ്റ് ഈസ് n minus 1 ആണ്. നെക്സ്റ്റ് വൺ 4 n is equal to 2. n 2 ആവുന്ന കേസ് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ച ആ എക്സാമ്പിളിനകത്ത് n 2 ആവുന്ന കേസിൽ രണ്ട് വെർട്ടിസസ് v1 ഉം v2 രണ്ട് വെർട്ടിസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രീ എങ്ങനെ വരുമെന്ന് നമ്മൾ പറഞ്ഞത് ഒരു എഡ്ജ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും അല്ലേ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് n is equal to 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രീ. therefore നമുക്ക് പറയാം for n is equal to 2 the number of edges of t is equal to, ഇവിടെ എത്ര എഡ്ജസ് ആണുള്ളത്? ഒരേ ഒരു എഡ്ജ് ഉള്ളത്. that is equal to 1 which is equal to n minus 1. ഇവിടുത്തെ n 2 ആയതുകൊണ്ട് it can be written as n minus 1. what about for n is equal to 3? for n is equal to 3 the number of edges of t is equal to, എങ്ങനെയായിരുന്നു? മൂന്ന് വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് അവിടുത്തെ അതൊരു ട്രീ ആവുന്ന എപ്പോഴായിരുന്നു? 3 വെർട്ടിസസ് v1 v2 ആൻഡ് v3. ഈ 3 വെർട്ടിസസ് ഉള്ളൊരു ഗ്രാഫിനെ സംബന്ധിച്ച് ട്രീ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര എഡ്ജസ് ഉണ്ടാവണം? e1 ആൻഡ് e2 രണ്ട് എഡ്ജസ്റ്റേ പാടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിരുന്നത് മൂന്നാമത് ഒരു എഡ്ജും കൂടെ വന്നാൽ എന്തായിട്ട് മാറും? ഒരു സർക്യൂട്ട് ആയിട്ട് മാറും. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ്സ് എ ട്രീ. therefore ഈ തന്നിരിക്കുന്ന ഗ്രാഫാണ് 3 വെർട്ടെക്സുകളുള്ള ഒരു ട്രീയുടെ എക്സാമ്പിൾ. സോ ഈ ഗ്രാഫിനകത്ത് എത്ര എഡ്ജസ് ഉണ്ട്? 2 എഡ്ജസേ ഉള്ളൂ. therefore the number of edges of a tree with 3 vertices is equal to 2, which is equal to n minus 1. so n is equal to 1, 2 and 3 യുടെ കേസിൽ നമുക്ക് number of edges of the tree എത്ര കിട്ടി? ഓരോ കറസ്പോണ്ടിങ് ആയിട്ടും 0, 1 and 2 എന്ന് കിട്ടി. therefore we can say that the result or the statement or the theorem is true for n is equal to 1, 2 and 3. therefore the result is true for n is equal to 1, 2, 3. സോ ഇതോടെ നമ്മളുടെ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്പിലെ ഫസ്റ്റ് ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ n. എന്നിൽ ചെറുതായിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു, ഊഹിക്കുന്നു. ദാറ്റ് ഈസ് നമുക്ക് പറയാം n എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ 4 or 5 or 6 എത്ര വലിയൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിലും ആ നമ്പറിനേക്കാൾ ചെറിയ എല്ലാ വാല്യൂസ് ഓഫ് വെർട്ടിസസിനും അതിന് എത്ര എഡ്ജസ് കാണും? n minus 1 എഡ്ജസ് കാണും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് assume that the result is true for all natural numbers less than n. എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന്? എന്നിനേക്കാൾ ചെറുതായിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ, എത്ര നമ്പർ ഓഫ് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഈ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നു. Now as a third, ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ആസ് എ തേർഡ് സ്റ്റെപ്പ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the result is true for n. അതായത് എന്നിനേക്കാൾ ചെറിയ ഏതൊരു നാച്ചുറൽ നമ്പറിനെ സംബന്ധിച്ചും ഈ റിസൾട്ട് എന്താണ്? ട്രൂ ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ നമ്പർ, സ്പെസിഫിക് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ n ഉണ്ടെങ്കിൽ ആ n എന്ന് പറയുന്ന നമ്പർ ഓഫ് വെർട്ടെക്സിന് എത്ര വേണമെങ്കിലും നാച്ചുറൽ നമ്പർ ഏത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ നമ്പർ ഓഫ് വെർട്ടെക്സുകൾക്ക് എന്താണ് ഈ റിസൾട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പ്രൂഫ് ഒന്ന് കാണുക. ഞാനൊരു എക്സാമ്പിൾ വെച്ച് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് വെരിഫൈ ചെയ്ത് കാണിക്കാം. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഈ പ്രൂഫിന് നമുക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും, ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഐഡിയ കിട്ടുമെന്ന്. അപ്പോൾ ആദ്യം ജസ്റ്റ് നമുക്ക് ഈ പ്രൂഫാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ടായിട്ട് ആ തിയറത്തിന് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂഫ് ആദ്യം എന്ത് എഴുതുക, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് നോക്കുക, കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സാമ്പിളിലേക്ക് പോവാം. സോ ഇവിടെ നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യാൻ പോകുന്ന തേർഡ് സ്റ്റെപ്പ്, നമുക്ക് ഇൻഡക്ഷൻ്റെ തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ? ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n. എന്ന് പറയുന്ന ഒരു
നാച്ചുറൽ നമ്പർ ഉണ്ടെങ്കിൽ ആ നാച്ചുറൽ നമ്പറിന് ഈ റിസൾട്ട് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. For that, consider a tree with n vertices. n vertices ഉള്ള ഒരു ട്രീയെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ട്രീക്കകത്ത് ഒരു എഡ്ജ് ആണെന്നിരിക്കട്ടെ ഇ. ലെറ്റ് ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നിങ്ങൾ ലെക്ചർ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയെടുത്ത് വേണം പോകേണ്ടത്. എന്നാൽ നമുക്ക് ആ അവസാനം ഞാൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പ്രൂഫ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ n വെർട്ടിസസ് ഉള്ള ട്രീയെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് ആ ട്രീയിലെ ഒരു എഡ്ജ് ആണെന്നിരിക്കട്ടെ ഏത് ഇ എന്ന് പറയുന്ന എഡ്ജ്. ലെറ്റ് ഇ ഡി ആൻഡ് എഡ്ജ് ഇൻ ദ ട്രീ. ഇ എന്ന് പറയുന്നത് ആ ട്രീയിലെ എഡ്ജ് ആണെന്നിരിക്കട്ടെ. ഞാൻ ഈ ട്രീയിൽ നിന്നും ഈ ട്രീയുടെ പേര് ഞാൻ ജസ്റ്റ് ടി എന്ന് കൊടുക്കുക. കൺസിഡർ ട്രീ വിത്ത് n edges, that is let it be t. ടി എന്നായിരിക്കും ആ ട്രീയുടെ പേര്. അങ്ങനെയെങ്കിൽ ആ ടി എന്ന് പറയുന്ന ട്രീയിലെ ഒരു എഡ്ജ് ആണ് ഏത് ഇ. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് കൺസിഡർ ടി മൈനസ് ഇ. ആ ട്രീയിൽ നിന്ന് എന്തിനെ ഒഴിവാക്കുന്നു, നമ്മൾ ആ കൺസിഡർ ചെയ്ത് എഡ്ജിനെ, നമ്മൾ എടുത്തു വെച്ച എഡ്ജിനെ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കും. ഞാൻ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത്രയുള്ള കാര്യം. ഈ തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടി എന്നിരിക്കട്ടെ. ഈ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേക്കുന്നത് ഒരു ട്രീ വിത്ത് n വെർട്ടിക്സ്, അതിൻ്റെ 4 വെർട്ടെക്സ് ഉള്ള ഒരു ട്രീ എടുത്തു. ഈ ട്രീയിലെ ഒരു എഡ്ജാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത്, ഇ ആയിട്ട് എടുക്കുന്നത്. സോ ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു എഡ്ജിന് പോയി ഞാൻ ഇതെടുക്കും. സോ ഇവിടുത്തെ ടി എന്ന് പറയുന്നത് നമ്മളുടെ ട്രീ ഇതാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഇ എന്ന് പറയുന്ന ഞാൻ എടുക്കുന്ന ഈ എഡ്ജ് ഇ v1 v4നെ ജോയിൻ ചെയ്യുന്ന എഡ്ജാണ് ഇ എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എന്ത് കൺസിഡർ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞേക്കുന്നത്, ടി മൈനസ് ഇ. ഈ ട്രീയിൽ നിന്ന് ഏത് എഡ്ജിനെ ഒഴിവാക്കാൻ, ഈ ഇ എന്ന് പറയുന്ന എഡ്ജിനെ ഒഴിവാക്കി കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഇതായിരിക്കും എനിക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ഏത് ഫിഗർ, ടി മൈനസ് ഇ എന്ന് പറയുന്ന ഫിഗർ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ, ഈ ടി എന്ന് പറയുന്നത് ഒരു ട്രീ ആയിരുന്നു അല്ലേ. therefore it is a connected graph. ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. എല്ലാ വെർട്ടിസും തമ്മിൽ എന്തോ ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. therefore it is a connected graph without having any circuits. ഈ ടി എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ നിന്നും ഇ എന്ന് പറയുന്ന ഈ എഡ്ജിനെ ഒഴിവാക്കിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താ, ഈ ടി മൈനസ് ഇ അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫായിട്ട് മാറി അല്ലേ. അതായത് ടിയിൽ നിന്നും ടി മൈനസ് ഇയിലേക്ക് വരുമ്പോൾ കണക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ട്രീ എന്തായിട്ട് മാറി, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫായിട്ട് മാറി. ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് സ്റ്റെപ്പ് വൈസ് ആണ്. ഓരോ സ്റ്റെപ്പ് ഓർത്തിരുന്ന് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തിയറം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഓരോ സ്റ്റേറ്റ്മെന്റ് ഒന്നിലേക്ക് ലീഡ് ചെയ്യാണ്. അപ്പോൾ ഇതിലെ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഓർത്ത് വെക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് എഴുതി പോണം സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ. നെക്സ്റ്റ് വൺ ഈസ് വരെ എത്തി. ടി മൈനസ് ഇ എന്ന് പറയുന്ന ഡിസ്കണക്റ്റഡ് ഗ്രാഫ് വരെ ഞാൻ കൊണ്ടുവന്നു. ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എനിക്കിപ്പോൾ 2 പാർട്ടായിട്ട് തിരിക്കാം അല്ലേ. ഫസ്റ്റ് പാർട്ടിനകത്ത് എത്ര വെർട്ടിസസ് ഉണ്ട്, v1 v2 എന്ന് പറയുന്ന വെർട്ടിസസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് പാർട്ടിനകത്ത് v3 v4 എന്ന് പറയുന്ന വെർട്ടിസസ് ഉണ്ട്. ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഗ്രാഫിനെ ഞാൻ g1 എന്നും സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഗ്രാഫിനെ ഞാൻ g2 എന്നും കൊടുക്കും. സോ ഞാൻ എങ്ങനെ എടുക്കുന്നു, കൺസിഡർ ടി മൈനസ് ഇ. എഴുതുക ടി മൈനസ് ഇ ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. കാരണം ഒരു കണക്റ്റഡ് ഗ്രാഫിൽ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആ ഗ്രാഫ് എന്തായിട്ട് മാറും, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ടി മൈനസ് ഇ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫായി. ദിസ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഹാസ് 2 components. ഏതൊക്കെയാ, g1 ഉം g2. ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര കമ്പോണൻസ് ഉണ്ട്, 2 കമ്പോണൻസ് ഉണ്ട്. therefore ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫായിട്ട് മാറി. ആൻഡ് ദിസ് connected graph contains
more than 2 എന്നുകൊണ്ട് അറ്റ്ലീസ്റ്റ് ടു കമ്പോണൻസ്, കുറഞ്ഞത് 2 കമ്പോണൻസ് എങ്കിലും എന്തിന് കാണും? ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫിന് കാണും. അങ്ങനെയെങ്കിൽ ഈ G1 ഇപ്പോൾ 2 കമ്പോണൻസ് ഉള്ള ഗ്രാഫാണ് ഇരിക്കട്ടെ, G1 G2 ആ കമ്പോണൻസ് ഇരിക്കട്ടെ. ലെറ്റ് G1 and G2 be the 2 components of the graph. ഈ ഗ്രാഫിന്റെ 2 കമ്പോണൻസ് ഏതൊക്കെയാണെന്നിരിക്കട്ടെ, G1 G2 ആണെങ്കിൽ കുറേ അസംഷനകത്ത് വരുന്നത്, ലെറ്റ് നമ്പർ ഓഫ് edges of G1 equal to n1 and number of edges of G2 equal to n2. നമ്മൾ എന്തൊക്കെ ചെയ്തത്? T എന്ന് പറയുന്നൊരു ട്രീ എടുത്തു, ആ ട്രീയിൽ നിന്ന് എഡ്ജിനെ നമ്മൾ ഒമിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി T-E എന്ന് പറയുന്നൊരു ഗ്രാഫ് കിട്ടി. ആ ഗ്രാഫ് എന്താണ്? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. അതിന് മിനിമം 2 കമ്പോണൻസ് എങ്കിലും കാണും. ആ ഓരോ കമ്പോണൻസിനെയും 2 കമ്പോണൻസ് ആണ്, മിനിമം 2 കമ്പോണൻസ് ആണ് ഉള്ളതെങ്കിൽ ഇറ്റ് ബി G1 and G2. അതിനകത്ത് G1-നകത്തുള്ള നമ്പർ ഓഫ് എഡ്ജസ് n1 G2-നകത്തുള്ള നമ്പർ ഓഫ് എഡ്ജസ് n2 ആയിരിക്കും. ഇനി n1-ന്റെയും n2-ന്റെയും പ്രത്യേകത എന്താ? T എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിനകത്ത് എത്ര വെർട്ടിസസ് ഉണ്ടായിരുന്നു? n നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു എഡ്ജിനെ ഒഴിവാക്കിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ G1 G2 പറഞ്ഞ കമ്പോണൻസ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിസ്കണക്റ്റഡ് ഗ്രാഫിനകത്ത് ഇപ്പോൾ എത്ര വെർട്ടിസസേ ഉള്ളൂ? ലെസ് ദാൻ n നമ്പർ ഓഫ് വെർട്ടിസസേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ എടുത്ത T എന്ന് പറയുന്ന ഗ്രാഫ്, ആ ഗ്രാഫിനകത്ത് എത്ര വെർട്ടിസസ് ഉണ്ടായിരുന്നു? n നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ടായിരുന്നു. ആ T എന്ന് പറയുന്ന ഗ്രാഫിനകത്ത് n-1 നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം അതിൽ നിന്ന് ഒരു എഡ്ജിനെ എന്ത് ചെയ്തു? ഒഴിവാക്കി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡിസ്കണക്റ്റഡ് ഗ്രാഫിനകത്ത് നമ്മൾ അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടി. ആ ഡിസ്കണക്റ്റഡ് ഗ്രാഫിനെ 2 കമ്പോണൻസ് G1 G2 ഞാൻ എടുത്തു. ആ G1 G2-ന്റെയും നമ്പർ ഓഫ് എഡ്ജസ് അല്ല, നമ്പർ ഓഫ് വെർട്ടിസസ് ആണെന്നിരിക്കട്ടെ. ആ G1 G2 2 കമ്പോണൻസിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് ആണ് n1 നമ്പർ ഓഫ് വെർട്ടിസസ് n2 ആണെന്നിരിക്കട്ടെ. അപ്പൊ ഈ n1 n2 പ്രത്യേകത ഓട്ടോമാറ്റിക് ആയിട്ട് എന്തിലും കുറവായിരിക്കും? n എന്ന് പറയുന്ന നമ്പറിനേക്കാൾ കുറവായി. കാരണം ഒറിജിനൽ ട്രീക്കകത്ത് എത്ര വെർട്ടിസസ് ഉണ്ട്? ഓൾറെഡി n നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ട്. അതിനെ 2 കമ്പോണൻസ് ആയിട്ട് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് എത്ര ഇത് കുറഞ്ഞു? അതിനകത്ത് വെർട്ടിസസിന്റെ എണ്ണം കുറയും. therefore n1 എന്ന് പറയുന്നത് ലെസ് ദാൻ n ആയിരിക്കും. ഓൾസോ n2 എന്ന് പറയുന്നതും ലെസ് ദാൻ n ആയിരിക്കും. സോ G1 എന്ന് പറയുന്ന ഗ്രാഫിനെ സംബന്ധിച്ച് അതിനകത്തുള്ള വെർട്ടിസസിന്റെ എണ്ണം ലെസ് ദാൻ n. നമ്പർ ഓഫ് വെർട്ടിസസിന്റെ എണ്ണം ലെസ് ദാൻ n ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് വിൽ കണ്ടെയ്ൻ n-1 നമ്പർ ഓഫ് എഡ്ജസ്. അതായത് എത്ര വെർട്ടെക്സുകളാണോ ഇതിലുള്ളത് അതിനേക്കാൾ 1 കുറവായിരിക്കും അവിടുത്തെ G1-ലെ എഡ്ജസിന്റെ എണ്ണം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ G1 n1 ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് നമ്പർ ഓഫ് edges of G1 എത്രയായിരിക്കും? n1 - 1 ആയിരിക്കും. വാട്ട് അബൌട്ട് G2 എന്ന് പറയുന്ന ആ ഗ്രാഫിനെ സംബന്ധിച്ച് അതിനകത്തുള്ള നമ്പർ ഓഫ് വെർട്ടിസസ് എത്ര നമ്മൾ എടുത്തത്? n2 ആയിട്ട് എടുത്ത്. ആ n2 എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവായിരിക്കും? ഒറിജിനൽ ഗ്രാഫായ T-യുടെ നമ്പർ ഓഫ് വെർട്ടിസസിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഇസ് ലെസ് ദാൻ n. ഈ n2-ന്റെ വാല്യൂ നമ്പർ ഓഫ് വെർട്ടെക്സുകൾ n-നേക്കാൾ കുറവായതുകൊണ്ട് ബൈ അവർ അസംഷൻ വി ക്യാൻ സേ ദാറ്റ് ദി നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് G2 is equal to n2 - 1 ആയിരിക്കും. സോ നമ്മളിവിടെ വരെ പറഞ്ഞു, ആദ്യൊരു ട്രീ നമ്മളെടുത്തു, ആ ട്രീയിൽ നിന്ന് എഡ്ജിനെ നമ്മൾ ഇളക്കി മാറ്റി, എന്നിട്ട് നമ്മൾ അപ്പം എന്ത് ചെയ്തു? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് നമുക്ക് കിട്ടി. ആ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് നമ്മൾ 2 കമ്പോണൻസ് ആക്കി, G1 G2. G1-നകത്തുള്ള വെർട്ടെക്സുകളുടെ എണ്ണം n1 എന്നും G2-നകത്തുള്ള വെർട്ടെക്സുകളുടെ എണ്ണം n2 എന്നും കൊടുത്തു. അപ്പോൾ ആ n1 n2 ലെസ് ദാൻ n ആയതുകൊണ്ട് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G1 നമുക്ക് n1 - 1 എന്നും നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G2 നമുക്ക് n2 - 1 എന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഞാൻ എഴുതുന്നത് therefore what will be the number of edges in T?
ഈ ടി എന്ന് പറയുന്ന ഹോൾ ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജിനെ മാത്രം ഇളക്കി മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് കമ്പോണൻസ് ആണ് G1ഉം G2 അല്ലെ. അങ്ങനെയെങ്കിൽ ടി എന്ന് പറയുന്ന ഈ ഗ്രാഫിനെ സംബന്ധിച്ച് അതിനകത്ത് എഡ്ജുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G1 പ്ലസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G2 പ്ലസ് 1 ചെയ്യാം അല്ലെ. ഒരു ആ ഹോൾ ഗ്രാഫായ ടിയിൽ നിന്നും ഒരു എഡ്ജിനെ മാറ്റിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? ഈ രണ്ട് കമ്പോണൻസ് കിട്ടിയത് അല്ലെ. അപ്പൊ ആ എഡ്ജ് പ്ലസ് ഈ രണ്ട് എഡ്ജുകളും ഈ രണ്ട് നമ്പർ ഓഫ് എഡ്ജസിനെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ടി നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ടി ഇസ് ഈക്വൽ ടു G1ലെ നമ്പർ ഓഫ് എഡ്ജസ് എത്ര? n1 മൈനസ് 1 പ്ലസ് G2 നമ്പർ ഓഫ് എഡ്ജസ് n2 മൈനസ് 1 പ്ലസ് 1. ഈ പ്ലസ് 1 അവിടെ നിന്ന് വന്നാൽ ഇ എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ ഇളക്കി മാറ്റിയ എഡ്ജ് ഇല്ലായിരുന്നു, ആ എഡ്ജാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഈ 1 കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു n1 plus n2 minus 1 is minus 2 plus 1. That is equal to n1 plus n2 minus 1. n1 ഉം n2 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? G1 എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് n2 റെപ്രസെന്റ്സ് ദ വെർട്ടെക്സസ് ഓഫ് ദ ഗ്രാഫ് G2. അപ്പോൾ ഈ n1 ഉം n2നെ സംബന്ധിച്ച് ഈ n1 ഉം n2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ടി എന്ന് പറയുന്ന ട്രീയിൽ നിന്നും വെർട്ടെക്സുകൾ നമ്മൾ ഒരിക്കലും റിമൂവ് ചെയ്തിട്ടില്ല അല്ലേ. എത്ര വെർട്ടെക്സുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു അതേ വെർട്ടെക്സുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തത്? ആ രണ്ട് കമ്പോണൻസ് ആയ G1 ഉം G2 ആയിട്ട് മാറ്റില്ല. എന്ത് മാത്രമേ മാറിയിട്ടുള്ളൂ? എഡ്ജിന്റെ ഒരു പോർഷൻ, ഒരൊറ്റ എഡ്ജ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റിമൂവ് ചെയ്തിട്ടുള്ളൂ. Therefore ടി എന്ന് പറയുന്ന ഈ ഗ്രാഫിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന എത്ര വെർട്ടിസസ് ആണോ ആ വെർട്ടെക്സുകളായിരിക്കും എന്തുകൊണ്ട് കിട്ടുന്നത്? ഈ രണ്ട് കമ്പോണൻസിന്റെ വെർട്ടെക്സുകളുടെ സം കൊണ്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് n1 പ്ലസ് n2 ഇസ് ഈക്വൽ എത്ര ആയിരിക്കും? അത് n തന്നെ ആയിരിക്കും. കാരണം ടി എന്ന് പറയുന്ന ഗ്രാഫിൽ എത്ര വെർട്ടിസസ് ഉണ്ടോ ആ വെർട്ടെക്സുകളെ മുഴുവനായിട്ട് എന്ത് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ? സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ആർക്കായിട്ട്? G1നും G2നുമായിട്ട്. അവിടെ എന്തിന്റെ ഒരു omission of the vertex അവിടെ ഉണ്ടായിട്ടില്ല. So we can say that here n1 plus n2 represent the number of vertices of the tree T. That is n1 plus n2 is equal to അതെന്താണ്? n minus 1. That is ഇപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്? നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ടി ഈസ് ഈക്വൽ ടു n മൈനസ് 1. നമ്മൾ എവിടെ തുടങ്ങിയത്? ടി എന്ന് പറയുന്നത് n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ് ആണെന്നിരിക്കട്ടെ എന്ന് നമ്മൾ തുടങ്ങിയത് അല്ലെ. അങ്ങനെയെങ്കിൽ എന്ത് നമുക്ക് കിട്ടി? ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ ഗ്രാഫ് ട്രീസ് ടി ട്രീസ് n മൈനസ് 1. Therefore നമുക്ക് എന്ത് പറയാം? n is equal to 1, 2, 3 എന്നിവയ്ക്ക് നമ്മൾ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. n ലെസ് ദാൻ ഫോർ എനി നാച്ചുറൽ നമ്പർ ലെസ് ദാൻ n നമ്മൾ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ടി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് എ ട്രീ ഓഫ് n വെർട്ടിസസ്, n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഏത് നമ്പറും ആയിക്കോട്ടെ അത്രയും നമ്പർ ഓഫ് വെർട്ടെക്സുകളുള്ള ഒരു ഗ്രാഫിനെ സംബന്ധിച്ചുള്ള നമ്പർ ഓഫ് എഡ്ജസ് എത്ര ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്തു? ഈസ് ഈക്വൽ ടു n മൈനസ് 1 എന്ന് പ്രൂവ് ചെയ്തു. Therefore the result is true for n എന്ന് പറയുന്ന ഏതൊരു നാച്ചുറൽ നമ്പറും ആയിക്കോട്ടെ ആ n എന്ന് പറയുന്ന വാല്യൂവിന് ഇറ്റ് ക്യാൻ ബി 15, 16 ഏത് നമ്പർ വേണമെങ്കിലും ആവാം. ആ നാച്ചുറൽ നമ്പർ n എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ഈ തന്നിരിക്കുന്ന റിസൾട്ട് ട്രൂ ആണ്. Therefore as a conclusion we can say that by the principle of mathematical induction the result is true for all natural numbers n എന്ന് പറയുന്ന ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ n is equal to 1, 2, 3 എന്നിവയ്ക്ക് നമുക്ക് പ്രൂവ് ചെയ്തു. n ലെസ് ദാൻ ഏതൊരു നാച്ചുറൽ നമ്പർ ലെസ് ദാൻ നമ്മൾ അസ്യൂം ചെയ്തു. ഫോർ എനി നാച്ചുറൽ നമ്പർ ഈക്വൽ ടു n നമ്മൾ പ്രൂവ് ചെയ്തു. Therefore നമുക്ക് പറയാം ഏതൊരു നാച്ചുറൽ നമ്പർ നമുക്ക് ജനറൽ ആയിട്ട് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വി ക്യാൻ സേ ദാറ്റ് ഫോർ എനി നാച്ചുറൽ നമ്പർ n the tree with the n vertices has n minus 1 edges.